ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഗ്രീൻ കളറിലുള്ള പുളിയില മത്തി ഫ്രൈ ഉണ്ടാക്കാം. ഈ പുളിയില എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത്ഭുതം തോന്നാം, പക്ഷേ സംഭവം കിടിലയാണ് കേട്ടോ. മാത്രമല്ല, പുളിയില എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ യൂസസ് ഒക്കെ ഉള്ളതുമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുളിയില എന്ന് പറയണത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ടമറിൻ്റെ ഉണ്ടല്ലോ, അതായത് വാളംപുളി എന്ന് പറയുന്നത്, അതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. ചിലർ പിഴിപുളിയുടെ ഇല എന്ന് പറയും, കോൽപ്പുളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പല നാട്ടിലും പലതാണ് പറയാം. പുളിമരമൊക്കെ നമുക്ക് നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. ഇല കിട്ടാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. നമുക്കിത് നന്നായിട്ട് കഴുകി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തു വയ്ക്കാം. ശരിക്കും തളിരില മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഞാനിപ്പോൾ തളിരിലയും അല്ലാത്ത കുറച്ച് മൂത്ത ഇലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം എടുക്കാം. പക്ഷേ തളിരില മാത്രം എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 1/2 കിലോ മത്തിയിലാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ 1/2 കിലോ മത്തിക്ക് 1 കൈപ്പിടി പുളിയിലയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും വേണ്ട നമുക്ക്. ഇല മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു അളവാണ് ഞാൻ പറഞ്ഞത്, 1 പിടി എന്നുള്ളത്. ഇങ്ങനെ ഞാൻ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കൈപ്പിടി ഉണ്ടാവും. ഇപ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്കുള്ള ഒരു അളവിലുണ്ടാവും കേട്ടോ. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ, എന്നാൽ 1/2 കപ്പ് വേണ്ടതാനും. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഈ പുളിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർക്കാം. പിന്നെ ഇത്രയുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർക്കണം. ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഉണ്ട് കേട്ടോ. നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 12 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതലാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് 7 പച്ചമുളക് ഉണ്ട്. ഭയങ്കര വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര സ്പൈസി ഒന്നും ആയിട്ടുള്ള മുളകല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മുളക് ചേർക്കുമ്പോൾ, പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അന്നേരം അരഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഇത് ഭയങ്കര നീളമുണ്ടല്ലോ. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. മത്തി ഫ്രൈയിലൊക്കെ പെരിഞ്ജീരകമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി. നമ്മൾ ഓൾറെഡി പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അല്പം പച്ചവെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലാവും ഇനി എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല തരി തരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവം മതി നമുക്ക്. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ടെങ്കിലും ശരിയാവില്ല. ഈ ഒരു തരി പോലെ നിൽക്കുന്ന ഒരു പരുവം മതി നമുക്ക്. വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലുണ്ടല്ലോ, നമ്മൾ മീനിലേക്ക് ഈ അരപ്പ് ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലല്ലോ, ഇതിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എരിവ് പോരാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കിലോ മത്തി ഉണ്ട് കേട്ടോ. ഞാൻ തല കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ തല കളയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. തല കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തലയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. എല്ലാം 2 സൈഡും നന്നായിട്ട് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് മീനിൽ നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കണ രീതിയിൽ അരപ്പ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. മീനിൽ നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നമുക്ക് മസാല പിടിക്കാനായിട്ട് വച്ചേക്കാം. 15 മിനിറ്റിൽ കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കുന്നില്ല. 15 മിനിറ്റ് ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കണേ. അപ്പോൾ 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊരു നാടൻ ഡിഷല്ലേ, നമ്മൾ പുളിയിലൊക്കെ ചേർത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുന്നതിന് മുന്നേ ഈ മത്തിയുടെ ഈ ഉള്ള് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അധികമുള്ള മസാല നമുക്കൊന്ന് കോട്ട് ചെയ്തേക്കുന്നത് ഒന്ന് എടുത്ത് മാറ്റാം, ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. കാരണം പുറമെ അത്യാവശ്യം നല്ലോണം മസാല ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുരിഞ്ഞ് വരില്ല. ലാസ്റ്റ് അരപ്പ് അങ്ങനെ തന്നെ ഉള്ളിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഇരുന്നോട്ടെ, ഒരുപാടുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ. പക്ഷേ പുറം ഭാഗം ഫുള്ളായിട്ട് നല്ലോണം മസാല പിടിച്ച് തന്നെ ഇരിക്കട്ടെ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ആ പുളിയുടെയൊക്കെ ഒരു രുചിയും ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. തീ നമുക്കൊരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്ക് വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിം വേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോവും.
കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിയിലത്തെ സൈഡ് മൊരിഞ്ഞു വരും. അപ്പോൾ അന്നേരം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഈ ഒരു സമയത്ത്. ആ അരപ്പും മീനും കൂടി ഒന്ന് മൊരിയുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു മണം വരണേ. ഇപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നും നമുക്ക്. പിന്നെ പുളിയിലയുടെ സ്മെല്ലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഓരോ സൈഡും നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് തടിയുള്ള മീനാണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം കൂടിയിട്ടൊന്ന് ചെരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കി എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് മീനെല്ലാം എടുത്ത് മാറ്റാം. ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങ് കുഴച്ച് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പുളിയില കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ റെഡ് കളറിലൊരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.